പിണങ്ങല്ലേ, വാ. വിഷ്ണു വാത്സല്യത്തോടെ അവളെ ചേർത്തു പിടിച്ചു മുന്നോട്ട് നടന്നു. ചേട്ടാ, താക്കോൽ. വിഷ്ണു ചോദിച്ചതും അയാൾ പിറകിൽ നിന്നും താക്കോൽ എടുത്തു കൊടുത്തു. അത് കണ്ടതും അതിശയത്തോടെ അവൾ വിഷ്ണുവിനെ നോക്കി. സിനിമയിൽ ട്രൈ ചെയ്യാമായിരുന്നില്ലേ? താക്കോലിട്ട് പൂട്ട് തുറക്കുന്ന വിഷ്ണുവിനെ നോക്കി അവൾ കണ്ണുരുട്ടി. വേണ്ടെന്ന് വെച്ചതാ. മലയാള സിനിമ അങ്ങനെ രക്ഷപ്പെടണ്ടെന്ന് ഓർത്തു. മുറിക്കുള്ളിൽ കയറുന്നതിനിടെ കള്ളച്ചിരിയോടെ വിഷ്ണു പറഞ്ഞു, എന്തിനായിരുന്നു ഈ നാടകം? അവളുടെ ബാഗുകൾ എടുത്തു വയ്ക്കാൻ വിഷ്ണു പുറത്ത് കടന്നതും ഉണ്ണിമായ പിന്തുടർന്നു. നീ എന്നെ വിശ്വസിക്കും എന്നല്ലേ ഞാൻ കരുതിയത്? ആ വിശ്വാസത്തിലാണ് ഞാൻ മുറി വാടകയ്ക്ക് എടുത്തത്. പിന്നെ നിന്റെ ഞാൻ സംസാരം കേട്ടതും എനിക്ക് കലി വന്നു. വിഷ്ണു ജനലോരം വന്നു കർട്ടൻ നേരെയാക്കി. ഞാൻ സംസാരമോ? ആ, ഞാൻ എന്തു ചെയ്യും? ഞാൻ എവിടെ താമസിക്കും? ഉണ്ണിമായെക്കുറിച്ചേ ഓർത്തുള്ളൂ. ഞാൻ വെറും പുക. എടുത്തടിച്ച പോലുള്ള വിഷ്ണുവിൻ്റെ സംസാരം കേട്ട് ഉണ്ണിമായ ദുഃഖത്താൽ മുഖം താഴ്ത്തി. ശരി, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ജനലോരം ചാരി നിൽക്കുന്ന ഉണ്ണിമായയുടെ പിറകിലൂടെ വന്ന് വിഷ്ണു അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ചു. ശിരസ് അവളുടെ തോളിൽ ചാരി അവൻ്റെ കവിൾ അവളുടെ കവിളിൽ ഒട്ടിച്ചേർത്തു. എനിക്കൊരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. ഇതും പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് പോയതും ഉണ്ണിമായയും മുറി വിട്ടിറങ്ങി. ചെറിയൊരു മുറിയാണത്. 2 കോണറിലുമായി ബെഡ് വിരിച്ച ചെറിയ 2 കട്ടിലുകളുണ്ട്. ഞാനിവിടെ എത്തിയ കാര്യം ഇതുവരെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. മുറി പൂട്ടി താക്കോൽ പോക്കറ്റിലിടുന്ന വിഷ്ണുവിനെ നോക്കി അവൾ പറഞ്ഞു. നിന്റെ ആ ബാങ്ക് മാനേജറുടെ ടേബിൾ നിറച്ച് ഫോണായിരുന്നല്ലോ. ഒന്നിൽ വിളിച്ച് അറിയിക്കാമായിരുന്നില്ലേ? വിഷ്ണു പറഞ്ഞതിൽ നിറച്ചും പരിഹാസമായിരുന്നു. അതൊന്നും നമ്മുടെ പേഴ്സണൽ യൂസിന് ഉള്ളതല്ലല്ലോ. ഇരുവരും മരത്തിൻ്റെ ഗോവണിപ്പടികൾ ഇറങ്ങി. ടൗണിൽ ഇറങ്ങി ആദ്യം കണ്ട ബൂത്തിന് നേരെ ഇരുവരും നടന്നു. എങ്ങോട്ട് വിളിക്കും? പേഴ്സ് എടുത്തു 1 രൂപ നാണയങ്ങൾ തിരയുന്ന ഉണ്ണിമായ വിഷ്ണു 2 കരങ്ങൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു നോക്കി നിന്നു. ഇലഞ്ഞിത്തറ മഠത്തിലേക്ക്. നാളെ അമ്മ ജോലിക്ക് വരുമ്പോൾ അവിടെയുള്ളൊരു വിവരം പറഞ്ഞോളും. കിട്ടിയ നാണയങ്ങളെടുത്ത് ഒരു നെടുവീർപ്പോടെ ഉണ്ണിമായ STD ബൂത്തിലേക്ക് കയറി. എന്നാ പിന്നെ ഇപ്പോൾ തന്നെ വിളിക്കണോ? നാളെ അങ്ങോട്ട് പണ്ടാരടക്കിയാൽ പോരെ? മനുഷ്യനിവിടെ വിശന്ന് കുടല് കരിയുന്നു. വയർ തടവി വിഷ്ണു പറയുന്നത് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ഉണ്ണിമായ ഫോണിൽ നാണയങ്ങൾ ഇട്ടു. ഇലഞ്ഞിത്തറയിലെ ഫോൺ നമ്പർ ഓർത്തെടുത്തു ഞെക്കി കറക്കി. കവിതയും ജിതിനും ഇലഞ്ഞിത്തറയുടെ ഗേറ്റിൻ്റെ അരികിലെത്തിയതും ഒന്ന് നിന്നു. ഉമ്മർത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടാകുമോ എന്ന ആദി ഉള്ളിലുണ്ടായിരുന്നു. ഗേറ്റിൻ്റെ കമ്പിയിൽ 2 കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു മുഖം ചേർത്ത് മുൻപോട്ട് നോക്കിയപ്പോൾ കണ്ടു, ഉമ്മറത്ത് കത്തുന്ന ബൾബിൻ്റെ വെളിച്ചത്തിൽ ഭരതൻ ചാരുകസേരയിലിരുന്നു എന്തോ വായിക്കുന്നത്. ജിത്തു, നീ പോയിട്ട് ചെറിയമ്പ്യാരോട് ഉണ്ണിച്ചേച്ചി വിളിച്ചോ എന്ന് തിരക്ക്. കവിത പറയുന്നത് കേട്ട് ജിതിൻ്റെ മിഴികളിൽ ഭീതി വന്നു മൂടി. അവൻ ആശങ്കയോടെ കുഞ്ഞു മിഴികൾ തുറന്നു നിമിഷനേരം കവിതയെ നോക്കി. എനിക്ക് പേടിയാ കുഞ്ഞമ്മേ, കുഞ്ഞമ്മ കൂടെ വാ. ജിതിൻ കൈ ഒഴിഞ്ഞതോടെ സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചു ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്നു. അവൾ മുന്നോട്ട് നടന്നു. വാലായി ജിതിനും. ഇരുട്ടിൽ ആരോ നിൽക്കുന്നുണ്ടെന്നറിഞ്ഞതും ഭരതൻ കയ്യിലെ പുസ്തകം അടച്ചു വെച്ചു. ആരാവിടെ? ഭരതൻ നിവർന്നിരുന്നു വെളിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. ധാവണിത്തുമ്പിൽ പിരിച്ചു കളിച്ചു അല്പം ഭീതിയോടെ കവിത വെളിച്ചത്തിലേക്ക് വന്നു. എന്താ കുട്ടി ഈ അസമയത്ത്? അവളുടെ മുഖം ഉമ്മറത്തെ വെട്ടത്തിൽ തെളിഞ്ഞു കണ്ടതും ആദിയോടെ ഭരതൻ തിരക്കി. ഉണ്ണിമായ എറണാകുളം എത്തിയെന്ന് വിവരം അറിയിച്ചോ എന്നറിയാൻ വന്നതാ.
വാക്കുകൾക്ക് വെമ്പൽ കൊണ്ട് അവൾ പറഞ്ഞു. ഉണ്ണിമായ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. അവളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നിരുന്നോ? ചോദിക്കുമ്പോൾ അവൻ്റെ തൊണ്ട ഇടറിപ്പോയിരുന്നു. അവൾ ഇല്ലെന്ന് മൂളി. അപ്പോഴേക്കും ഹാളിലിരിക്കുന്ന ലാൻഡ് ഫോൺ ഉറക്കെ ബെല്ലടിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ വരാം. ഭരതൻ ഹാളിലേക്ക് കയറിപ്പോയി. ഹലോ. ഭരതൻ റിസീവർ ചെവിയിൽ വെച്ചതും ഉണ്ണിമായുടെ സ്വരം അവൻ്റെ കാതിൽ വന്നണഞ്ഞു. ഹലോ. ഭരതൻ്റെ ശബ്ദം കേട്ടതും വെപ്രാളം പൂണ്ട് ഉണ്ണിമായ റിസീവറിൻ്റെ വയറിൽ പിടിമുറുക്കി. ഭരതന് പക്ഷേ അവളുടെ സ്വരം തിരിച്ചറിഞ്ഞിരുന്നില്ല. ഞാൻ ഉണ്ണിമായയാ. അമ്മ നാളെ വരുമ്പോൾ ഞാനിവിടെ എത്തി ബാങ്കിൽ ജോയിൻ ചെയ്തു എന്ന് പറയണേ. ഇത്രയും പറഞ്ഞൊപ്പിച്ചപ്പോഴേക്കും ഉണ്ണിമായുടെ തൊണ്ട വരണ്ടു. ഭരതൻ്റെ സാമീപ്യം കവിതയെപ്പോലെ താനും എന്തിനു ഭയക്കുന്നു എന്നവൾ ശങ്കിച്ചു. ഉണ്ണിമായ പോകുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. തൻ്റെ വിവരം അന്വേഷിച്ച് കൂട്ടുകാരി മുറ്റത്ത് നിൽക്കുന്നുണ്ട്, വിളിക്കാം. ഭരതൻ്റെ വാക്കുകൾക്ക് ഉണ്ണിമായ മറുപടി നൽകുന്നില്ലെന്നറിഞ്ഞതും അവൻ സംഭാഷണം അവസാനിച്ചു. ഭരതൻ റിസീവർ താഴെ വെച്ചു പോയപ്പോൾ ആശങ്കയോടെ ഉണ്ണിമായ നിന്നു. പിന്നെ കവിതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി. എടി, സുഖായി എത്തിയിരുന്നോ? കവിതയിൽ നിന്നും വന്ന വിശേഷം തിരക്കൽ ഇരുവരെയും ഒരു കരച്ചിലിൻ്റെ വക്കിലെത്തി നിർത്തിയിരുന്നു. താമസമൊക്കെ സ്റ്റാഫിൻ്റെ കൂടെയാ. നീ കഴിച്ച വല്ലതും? ചോദിക്കുമ്പോൾ ഉണ്ണിമായെ ഒന്ന് കാണാനുള്ള അതിയായ മോഹം അവളുടെ ഉള്ളിൽ അലതല്ലി. എങ്കിലും അതൊന്നും കവിത അവളോട് പറഞ്ഞിരുന്നില്ല. ദൂരെ നാട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ണിമായുടെ മനസ്സ് നോവരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഉണ്ണിമായെ, വിഷ്ണുവേട്ടൻ? ഹാളിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞതും സ്വകാര്യമായി അവൾ ആരാഞ്ഞു. വിഷ്ണുവേട്ടൻ നിൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല. നീ എന്താ അങ്ങനെ ചോദിച്ചത്? അകാരണമായി ഒരു ഭയം അവളുടെ ഉള്ളിൽ ഉടലെടുത്തതിൻ്റെ പ്രതിഫലമെന്നോണം പുറത്ത് എങ്ങോട്ടൊന്നില്ലാതെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ അവൾ ബൂത്തിൽ നിന്ന് വിളറി വെളുത്ത മുഖവുമായി നോക്കി. പിന്നെയും കുറച്ചു നേരം കൂടി ഇരുവരും സംസാരിച്ചതിന് ശേഷമായിരുന്നു അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. എന്തോ ആലോചനയോടെ ബൂത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉണ്ണിമായയെ വിഷ്ണു സംശയത്തോടെ നോക്കി. വിഷ്ണു എൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചു കവിത. അവനെ കണ്ടതും ഉണ്ണിമായ പറഞ്ഞു. കവിതയോ? നീ ഇപ്പോൾ അതിനെ എങ്ങോട്ടാണ് വിളിച്ചത്? ഇലഞ്ഞിത്തറയിൽ എൻ്റെ വിളിയും കാത്ത് അവളുണ്ടായിരുന്നു. ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ഞാൻ നിൻ്റെ ബസ്സിൻ്റെ പിറകെ ഓടുന്നത് അവൾ കണ്ടതല്ലേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവൻ പുരികം പൊക്കി അടിമുടി അവളെ ഒന്ന് നോക്കി. ഇല്ലെന്ന് പറഞ്ഞു. കണ്ണുകൾ കൂർപ്പിച്ചു ഉണ്ണിമായ നിന്നു. ഗുഡ് ഗേൾ. ഉണ്ണിമായുടെ മുതുകിൽ തട്ടി അവൻ അങ്ങനെ പറയുമ്പോൾ അവൻ്റെ മിഴികൾ വന്യമായി തിളങ്ങി. കവിത ജിതിൻ്റെ കൈ പിടിച്ചു വേലി കടന്ന് മുറ്റത്തെത്തി. ടോർച്ചിൻ്റെ ബാറ്ററി കഴിഞ്ഞു ജിത്തു. മങ്ങിയ വെളിച്ചം നൽകുന്ന ടോർച്ച് അണക്കുന്നതിനിടെ കവിത പറഞ്ഞു. അവൾ നോക്കുമ്പോൾ വീടിൻ്റെ അന്തരീക്ഷം ശാന്തമായിരുന്നു. അമ്മ ഇവിടെ ഇരിക്കുകയാണോ? അടുക്കള മൂലയിൽ തല ചായ്ച്ചിരിക്കുന്ന സുചിത്രയെ നോക്കി കവിത തിരക്കി. ആ, ഞാൻ നിങ്ങൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എവിടെ അയാൾ ചത്തോ? വീടും പരിസരവും ഒന്ന് വീക്ഷിക്കവേ കവിത അമർഷത്തോടെ ചോദിച്ചു. എന്നോട് കഴിക്കാൻ ചോദിച്ചു. ഞാൻ കൊടുത്തു. ഇപ്പോൾ അങ്ങോട്ട് കിടക്കാൻ പോയിട്ടുണ്ട്. സുചിത്ര അവർക്കുള്ള ഭക്ഷണം എടുത്തു കൊണ്ടുവന്നു. അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വിപിനോ? അവൻ നമ്മുടെ മുറിയിൽ ഉറങ്ങുന്നുണ്ട്. എന്നാലും അമ്മേ, ചേച്ചി അവിവാഹിതയായ ഒരു മകൾക്ക് അമ്മയോട് ചോദിക്കുന്നതിലും അതിർവരമ്പുകളുള്ള കാര്യങ്ങൾ ഓർത്ത് കവിതയുടെ നെഞ്ചം വിങ്ങി. കവിതയുടെ ഉള്ളം നീറുന്നുണ്ടെന്നറിഞ്ഞിട്ടും സുചിത്ര മൗനം പാലിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും ഇരുവരുടെയും മിഴികൾ അടഞ്ഞു കിടക്കുന്ന സുനിതയുടെയും തങ്കപ്പൻ്റെയും മുറിയുടെ വാതിലിന് നേരെ നീണ്ടിരുന്നു. പരസ്പരം ഒന്നും സംസാരിക്കാതെ
അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. കവിതയുടെ എച്ചിൽ പാത്രവുമായി അവൾ എഴുന്നേൽക്കുമ്പോൾ ജിതിൻ കഴിച്ച പാത്രം അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അവൾ അവനോട് മുറ്റത്ത് പോയി കൈ കഴുകാൻ പറഞ്ഞു. പോണത്തെ, നീ എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ ആ കൈ ഞാൻ കടിച്ചെടുക്കും. കാമേറിയം നടക്കുന്ന നാറി. സുനിതയുടെ ആക്രോശം മുറിക്കുള്ളിൽ നിന്ന് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഭ്രാന്തി, എൻ്റെ തുണി ഇങ്ങ് താടി, പിടിച്ച് വലിക്കാതടി, അത് കീറും. അതിന് പുറകെയായി തങ്കപ്പൻ്റെ ഒച്ചയും കേട്ടു. ഭ്രാന്ത് നിന്റെ തൊള്ളക്ക. ഒരണുവിട കുറയാതെ സുനിതയും വെച്ചു പിടിക്കുന്നുണ്ട്. മുറിക്കുള്ളിൽ നടക്കുന്നതെന്താകുമെന്ന് കവിതയ്ക്കും സുചിത്രയ്ക്കും നല്ല ധാരണയുണ്ടായിരുന്നു. കുറച്ചു കാലങ്ങളായി ഈ അനുഭവ കാഴ്ചകൾക്ക് സാക്ഷിയാണവർ. എന്നെ ശരിക്കറിയില്ല നിനക്ക്. ആ കൊച്ചുമുറിയുടെ വാതിൽ തങ്കപ്പൻ വലിയൊരു ശബ്ദത്തോടെ വലിച്ചു തുറന്നു. സുനിതയിൽ നിന്നും പിടിച്ചുലച്ച് വാങ്ങിയ ഉടുതുണി നേരെ എടുക്കുന്നതിനിടയിലാണ് സുചിത്രയെയും കവിതയെയും അയാൾ കണ്ടത്. അയാളെ ഞെട്ടലോടെ നോക്കുന്ന ജിതിൻ്റെ മുഖം സുചിത്ര മറച്ചു പിടിച്ചു. അവരുടെ നെഞ്ചിലേക്ക് പൂഴ്ത്തുമ്പോൾ കവിതയും മുഖം തിരിച്ചു കഴിഞ്ഞിരുന്നു. ഇനി തങ്കപ്പന് ഇപ്പാടി കിടക്കില്ല. അവരെ കണ്ടതും തങ്കപ്പൻ്റെ മുഖത്ത് ജാള്യത പ്രകടമായിരുന്നുവെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ തങ്കപ്പൻ പുലമ്പിക്കൊണ്ട് അവിടെ നിന്നും പോയി. തന്നിലെ പുരുഷൻ്റെ ആഗ്രഹങ്ങളെ പ്രാപിച്ചു മയക്കാൻ കഴിവില്ലാത്ത ഭാര്യയോട് അയാൾക്ക് പുച്ഛം തോന്നി. തങ്കപ്പൻ വേലി കടക്കാൻ നേരം വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി കാർക്കിച്ചു തുപ്പി. തട്ടുകടക്കാരൻ ചൂടുള്ള ദോശക്കല്ലിലേക്ക് മാവ് ഒഴിക്കുന്നതും ഉത്സാഹത്തോടെ വിഷ്ണു നോക്കി നിന്നു. തൊട്ടപ്പുറത്ത് ബെഞ്ചിലായി തന്നെയും നോക്കിയിരിക്കുന്ന ഉണ്ണിമായിലേക്ക് അവൻ്റെ മിഴികൾ ഇടയ്ക്കിടെ പായുന്നുണ്ട്. അവളുടെ നോട്ടം വിഷ്ണുവിലാണെങ്കിലും മനസ്സ് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് കുറേ നേരമായി പോയിരുന്നു. ഉണ്ണിമായുടെ മനസ്സിൽ കവിതയുടെയും ഭാമിനിയുടെയും അപ്പുവിൻ്റെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ തെളിഞ്ഞു വന്നു. വിഷ്ണുവിൽ നിന്നും അകന്നു മാറാൻ കഴിയാതെ അകപ്പെട്ടു അവളൊരു പടുകുഴിയിലേക്ക് വീഴുന്ന ചിത്രം മനസ്സിൽ കാണുന്ന കാഴ്ചയിൽ കൺമുന്നിലായി ആവി പറക്കുന്ന ദോശപാത്രം നീട്ടിക്കാണിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. ഉണ്ണിമായ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വപ്നം കാണാൻ തുടങ്ങിയോ? കണ്ണൊന്ന് ചിമ്മി അടച്ച് വിഷ്ണു അവൻ്റെ ദോശപാത്രവുമായി ഉണ്ണിമായക്കരികിലിരുന്നു. ഇല്ല, ഞാൻ വീട്ടിലെ കാര്യങ്ങൾ. പറയുന്നത് മുഴുമിപ്പിക്കാതെ ഉണ്ണിമായ ദോശ കഴിച്ചു. ഇത് കഴിക്ക്, നല്ല കലക്കൻ മസാല ദോശയാ. നല്ല കൊഴുത്ത ചായയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എത്തും. വിഷ്ണു എന്താ ആലോചിക്കുന്നേ? ഉണ്ണിമായ കഴിപ്പ് നിർത്തി വേറെങ്ങോ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി ചോദിച്ചു. നമ്മൾ പരസ്പരം അറിയാൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. വിവാഹത്തിന് മുമ്പ് നിൻ്റെ ഒപ്പം ഇങ്ങനൊരു തെരുവോരത്തിരുന്ന് മസാല ദോശ കഴിച്ചിരിക്കാൻ കഴിയുമെന്ന് ഇന്ന് വരെ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്തിന് ഓടിപ്പിടഞ്ഞ് ആ ബസ്സിൽ കയറുമ്പോൾ പോലും. പ്രണയകാലം മുഴുവൻ സർപ്പക്കാവിൻ്റെ ആ ചെളി നിറഞ്ഞ കുളക്കടവിൽ അലിഞ്ഞു തീരുമെന്ന് ഉറപ്പിച്ചതാ. അത് കേട്ടത് ഉണ്ണിമായുടെ മുഖത്ത് അറിയാതെ ചിരി പൊട്ടി. കഴിച്ചത് അവളുടെ നെറുകയിൽ കയറിയതും അവൾ നിർത്താതെ ചുമച്ചു. വിഷ്ണു അവൻ്റെ പാത്രം താഴെ വെച്ചു ഉണ്ണിമായയുടെ മൂർധാവിൽ തട്ടി കൊടുത്തു. തട്ടുകടയിൽ പോയി വെള്ളം കൊണ്ടു കൊടുത്തിട്ടാ അവൻ ഇരുന്നത്. ഉണ്ണിമായുടെ മുഖത്തേക്ക് അന്താളിച്ചു നോക്കുന്ന വിഷ്ണുവിനെ അവൾ അലിവോടെ മിഴികളിൽ നിറച്ചു. തട്ടുകടയിൽ പൈസ കൊടുത്ത് ഇരുവരും ഫുട്പാത്തിലൂടെ കൈകോർത്തു നടന്നു. വിഷ്ണു മുമ്പ് എറണാകുളം വന്നിട്ടുണ്ടോ? ഞാൻ 2 തവണ വന്നിട്ടുണ്ട്. ഒരു തവണ വന്നത് അമ്മാവൻ്റെ കൂടെ എന്തോ കച്ചവട ആവശ്യത്തിന്, പിന്നെ ജോസൂട്ടിയുടെ കൂടെ വെറുതെ കറങ്ങാൻ. അന്നൊന്നും കൊച്ചിക്ക് ഇത്ര സൗന്ദര്യമില്ലായിരുന്നു കേട്ടോ. അതെന്താ? അന്ന് നീ കൂടെ ഇല്ലല്ലോ. വിഷ്ണു അവളുടെ കാതുവരം പറഞ്ഞു ഇക്കിളി കൂട്ടി. കുറച്ചു നേരം കൂടി ആ നഗരത്തിൽ ചുറ്റിക്കറങ്ങി അവർ മുറിയിൽ തിരിച്ചെത്തി. മുറിയുടെ വാതിൽക്കൽ വന്ന് നിന്നപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത അവളെ പിടിമുറുക്കിയിരുന്നു. ഇരുവരും മുറിയിലേക്ക് കയറി കതകടക്കാൻ തുനിഞ്ഞു.
റിസപ്ഷനിലുള്ള ആൾ താടി മാന്തി കൊതിയോടെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ വാതിലുകൾ ദേഷ്യത്തോടെ വലിച്ചടച്ചു. ഇതെന്തോ വള്ളിക്കെട്ട് കേസ് തന്നെ. കെട്ടിയവനാണെന്ന് എനിക്ക് തോന്നിയില്ല. അയാൾ ലോഡ്ജ് വൃത്തിയാക്കുന്ന പയ്യനോട് സംശയം പറഞ്ഞു. എന്നാ ചേട്ടാ, അവരുടെ കതകിന് മുകളിലെ ജനാലക്കരികിൽ ക്യാമറ വെച്ച് ഫോട്ടോ പിടിച്ചാലോ? പയ്യൻ അവൻ്റെ മഞ്ഞപ്പല്ല് കാട്ടി കുണുങ്ങി ചിരിച്ചു. വാ മൂടട മരപ്പൊട്ട. മുമ്പ് ഇവിടെ മുറിയെടുക്കാൻ വന്ന പെണ്ണിനെയും ചെക്കനെയും കണ്ട് ഇതുപോലെ നീ പറഞ്ഞു. അത് ഭാര്യ ഭർത്താക്കന്മാരല്ല, കമിതാക്കളാണ്. അന്ന് നിന്റെ വാക്കും കേട്ട് ഫോട്ടോ പിടിക്കാൻ വെച്ച ക്യാമറ അവർ കയ്യോടെ പിടികൂടി. അന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിൻ്റെ വേദന മറന്നോ? എന്നിട്ട് അവർ കമിതാക്കളായിരുന്നോ? പല്ല് ഞെരിച്ചു അയാൾ പയ്യനിട്ടൊരു ചവിട്ട് കൊടുത്തതും അവൻ നടുവും കുത്തി താഴെ വീണു. അല്ല, ഭാര്യ ഭർത്താക്കന്മാർ. പയ്യൻ കീറിക്കരഞ്ഞു. വിഷ്ണു വാഷ്മുറിയിൽ പോയി ഫ്രഷായി വന്നപ്പോഴും ഉണ്ണിമായ ജനൽ തുറന്ന് വെളിയിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവളുടെ ആ നിൽപ്പും മേനിയഴകും അവൻ്റെ ഉള്ളിൽ കാമത്തിൻ്റെ ആഹ്ലാദത്തിമർപ്പ് ആവോളം നുരഞ്ഞു പൊങ്ങി. പൊടുന്നനെ അവൻ പിറകിലൂടെ തന്നെ അവളെ തൻ്റെ ദേഹത്തേക്ക് വലിച്ചു ചേർത്തു നിർത്തി. ഈ ദിവസം ഉണ്ണിമായ്ക്ക് എന്താവും സംഭവിക്കുക? ഇനി അവളുടെ ജീവിതം എങ്ങനെയാകും? തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്ദി.